ഗാസയിലെ റഫയ്ക്ക് സമീപം ബങ്കറുകളിൽ ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന 200-ലധികം ഭീകരന്മാരെ ഉടൻ തന്നെ വധിക്കണമെന്ന് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടണൽ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലാണ് പല ടണലുകളുടെയും സഞ്ചാരപാത പൂർണ്ണമായും അടഞ്ഞത്. ഈ ടണലുകൾക്കുള്ളിൽ ആയുധധാരികളായിട്ടുള്ള 200-ലധികം ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി തന്നെ നൽകുന്ന വിവരം. ഇവരെ പുറത്തെത്തിക്കാൻ, സുരക്ഷിതമായി ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് ഹമാസ് ഖത്തറിനോടും ഈജിപ്തിനോടും പലതവണ ആവശ്യപ്പെട്ടു. തുർക്കിയുടെ സഹായം ഇക്കാര്യത്തിൽ തേടി. ഖത്തറിന്റെ നിർബന്ധപ്രകാരം അമേരിക്ക വെടിനിർത്തൽ കരാർ പാലിക്കണമെന്നും ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ, ടണലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയുധധാരികളായിട്ടുള്ള ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നും അവരെ ഗാസയിൽ നിന്ന് നാടുകടത്തണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. അതേസമയം തന്നെ യെല്ലോ ലൈനിന് സമീപമുള്ള ഈ ബങ്കറുകളിൽ നിന്ന് ഈ ഹമാസ് ഭീകരന്മാർ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്രായേലി സേന സ്വീകരിച്ചു. ഈ ഭൂപ്രദേശം മുഴുവൻ ഇസ്രായേലിന്റെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യം. അതുകൊണ്ട് ഈ ബങ്കറുകളുടെ വഴികൾ, ഈ ബങ്കറുകളുടെ കവാടങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലി സേനയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ്. ഈ ബങ്കറുകൾക്കുള്ളിൽ 200-ലധികം ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഹമാസ് ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്കിനെയാണ് 4 വശത്തു നിന്നും ഇസ്രായേലി സേന ബന്ധിച്ചതെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൈക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടക്കം ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കേണ്ടത് എന്ന ചോദ്യം IDF തലവനോട് ചോദിച്ചു. എന്നാൽ ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതല്ല, ഇവരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കുന്നതിനാണ് തന്റെ താല്പര്യമെന്നും ഒരു കാരണവശാലും ഈ കൊടും ഭീകരന്മാരെ ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കരുതെന്നുമാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ തലവൻ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി ഐകകണ്ഠേന ഈ 200ഓളം ഹമാസ് ഭീകരന്മാരെ വകവരുത്താനും വധിക്കാനും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനിക്കുകയായിരുന്നു. അധികം വൈകാതെ ആ 200ഓളം വരുന്ന ഹമാസ് ഭീകരന്മാരുടെ കഥ കഴിക്കും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഈ 200ഓളം വരുന്ന ഹമാസ് ഭീകരന്മാരുടെ മരണ വാറണ്ടിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരെ പുറത്തു വിടാൻ അനുവദിച്ചാൽ അത് പാലസ്തീനികൾക്ക് തന്നെ വലിയ നാശമാകുമെന്നും ഇനിയും ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാൻ ഇവർ തയ്യാറാകുമെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെയും ഒക്കെ നിലപാട്. ഒരു കാരണവശാലും ഈ ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ അവർ പുറത്തു വരാൻ പാടില്ല. 2023 ഒക്ടോബർ മാസം 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ക്രൂരകൃത്യം അത്രത്തോളം പൈശാചികമായിരുന്നു. 1500ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ തലങ്ങും വിലങ്ങും വെടിവെച്ചും തീയിട്ടും വെട്ടിയും കുത്തിയുമൊക്കെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ ഭീകരത. 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം അവരെ തടവറയിൽ പീഡിപ്പിച്ച, സ്ത്രീകളെയും പെൺകുട്ടികളെയും നിരന്തരമായി ലൈംഗിക പീഡനം നടത്തി മരണത്തിലേക്ക് തള്ളിവിട്ട ഹമാസിന്റെ ഭീകരന്മാരുടെ ഈ ക്രൂരത, ആ ക്രൂരതയ്ക്ക് പകരം ചോദിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ബങ്കറുകളിൽ അകപ്പെട്ട 200 ഹമാസിന്റെ ഭീകരന്മാർ ഇനി പുറം ലോകം കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ ഹമാസ് ഭീകരന്മാരെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പച്ചക്കൊടി ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത സമയത്ത് തന്നെ ആ ബങ്കറുകൾക്കുള്ളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വൻ സ്ഫോടനം നടത്തി ആ മുഴുവൻ ഭീകരന്മാരെയും ചുട്ടുകൊല്ലും, പൊട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഭീകരന്മാരെ പുറത്തെത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഖത്തറും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതൃത്വവും നടത്തിയിരുന്നു. അമേരിക്കയെ അതിനുവേണ്ടി കൂട്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഈ നിർബന്ധത്തെ അംഗീകരിക്കാൻ ഇസ്രായേലി സേന തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഈ ബങ്കറുകളിലുള്ളത് കൊടും ഭീകരരാണെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം.
ഈ കൊടും ഭീകരന്മാരെ ഇപ്പോൾ വിട്ടയച്ചാൽ അവർ വീണ്ടും ഗാസയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഗാസയിൽ വീണ്ടും അവർ ആയുധങ്ങൾ കയ്യിലെടുക്കും. ഗാസയിൽ വീണ്ടും അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേലിന് നേരെ വീണ്ടും അവർ ആക്രമണം നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലസ്തീന്റെ തെരുവുകളിൽ നടന്ന ക്രൂരകൃത്യം, പാലസ്തീനികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ നിഷ്കരുണം വധിക്കുകയായിരുന്നു ഈ ഹമാസ് ചെയ്തത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചുവെന്നും വിവരങ്ങൾ കൈമാറിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിരപരാധികളായുള്ള പാലസ്തീനികളെ തെരുവുകളിട്ട് അവർ തലച്ചിതറിച്ച് വധിച്ചത്. നിരത്തിയാണ് ആളുകളെ വെടിവെച്ചു കൊന്നത്. അങ്ങനെ ആളുകൾക്കുള്ളിൽ ഭയം ജനിപ്പിച്ചുകൊണ്ട് പാലസ്തീനെ വീണ്ടും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള വമ്പൻ പരിശ്രമമാണ് ഹമാസ് കഴിഞ്ഞ കാലങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഗാസയുടെ തെരുവുകളിൽ നടത്തിയത്. അത് ഒരിക്കലും മറക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇനിയും ഈ ഭീകരന്മാരെ വെറുതെ വിട്ടാൽ, ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ ഇവർ 10 മടങ്ങ് ക്രൂരത ലോകത്തെ ജനങ്ങളോട് കാണിക്കും, ഇസ്രായേലികളോട് കാണിക്കും, പാലസ്തീനുകളോട് കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇവരെ ജീവനോടെ ബങ്കറിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതേസമയം ഹമാസിന്റെ നേതൃത്വമാകട്ടെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ നിർണായകമായ സെക്യൂരിറ്റി ക്യാബിനറ്റ് അവസാനിച്ചിരിക്കുന്നു. സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഈ 200-ലധികം വരുന്ന ബങ്കറുകൾ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരന്മാരെ വധിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർണായകമായ നീക്കം, ഈ മരണ വാറണ്ടിൽ ബെഞ്ചമിൻ നെതന്യാഹു ഏതാനും നിമിഷങ്ങൾക്ക് ഒപ്പിടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരിക്കലും ഒക്ടോബർ 7 ഇസ്രായേലിന് മറക്കാൻ കഴിയില്ല. ഇതേ സാഹചര്യത്തിൽ ഈ ബങ്കറുകളിൽ ഇസ്രായേലി സൈനികരാണ് കുടുങ്ങിയിരുന്നതെങ്കിൽ തിരിച്ചെന്താകുമായിരുന്നു ഹമാസിന്റെ പ്രതികരണം, ഹമാസിന്റെ നടപടി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിഷ്കരുണം ഈ ഇസ്രായേലി ഭടന്മാരെ അവർ കൊന്നു തള്ളിയേനെ. അത്രത്തോളം ക്രൂരത നിറഞ്ഞ പിശാചുക്കളാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതേ നാണയത്തിലുള്ള തിരിച്ചടി ഹമാസിന്റെ ഭീകരന്മാർക്ക് നൽകണമെന്ന് ഇസ്രായേലും തീരുമാനിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ്. ഗാസയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇസ്രായേലിന്റെ നീക്കം. ഗാസയിൽ വെടിനിർത്തൽ ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേലി സേന. ഗാസയിലെ ഹമാസിന്റെ സമ്പൂർണമായ നിരായുധീകരണം സാധ്യമായ ശേഷം മാത്രമേ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. കാരണം ഈ ബങ്കറുകളിലുള്ളത് കൊടും ഭീകരരാണെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. ഈ കൊടും ഭീകരന്മാരെ ഇപ്പോൾ വിട്ടയച്ചാൽ അവർ വീണ്ടും ഗാസയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഗാസയിൽ വീണ്ടും അവർ ആയുധങ്ങൾ കയ്യിലെടുക്കും. ഗാസയിൽ വീണ്ടും അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേലിന് നേരെ വീണ്ടും അവർ ആക്രമണം നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലസ്തീന്റെ തെരുവുകളിൽ നടന്ന ക്രൂരകൃത്യം, പാലസ്തീനികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ നിഷ്കരുണം വധിക്കുകയായിരുന്നു ഈ ഹമാസ് ചെയ്തത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ചുവെന്നും വിവരങ്ങൾ കൈമാറിയെന്നും പറഞ്ഞുകൊണ്ടാണ് നിരപരാധികളായുള്ള പാലസ്തീനികളെ തെരുവുകളിട്ട് അവർ തലച്ചിതറിച്ച് വധിച്ചത്. നിരത്തിയാണ് ആളുകളെ വെടിവെച്ചു കൊന്നത്. അങ്ങനെ ആളുകൾക്കുള്ളിൽ ഭയം ജനിപ്പിച്ചുകൊണ്ട് പാലസ്തീനെ വീണ്ടും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള വമ്പൻ പരിശ്രമമാണ് ഹമാസ് കഴിഞ്ഞ കാലങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഗാസയുടെ തെരുവുകളിൽ നടത്തിയത്.